എനിക്ക് സന്തോഷം കൊണ്ട് ചിരിച്ചാൻ വയ്യ. ഡിമാർട്ടിൽ സാധനം മേടിക്കാൻ പോയ ഞാൻ തിരിച്ചു വന്നപ്പോൾ എൻ്റെ കൂടെ 2-3 പേരും കൂടെ വന്നു കഴിച്ചു. അതാരൊക്കെയാണെന്നല്ലേ? അവരിവരൊക്കെയാണ് ഗൈസ്, ഇവരൊക്കെയാണ്. ഇവിടെ അടുത്തെങ്ങും ഒരു പെറ്റ് ഷോപ്പില്ല. കണ്ടപ്പോൾ എൻ്റെ കൈ കുരുകൊടുത്തു. ഇതുങ്ങളെ കണ്ടിട്ട് ഞാൻ എങ്ങനെയാണ് ഇട്ടിട്ട് പോകുന്നത്? എന്ത് ഭംഗിയാ നോക്ക്. കോളേജ് സമയത്തുണ്ടായിരുന്ന അതേ ക്രേസ് ഇപ്പോഴും വരുന്നു ഗൈസ്. ഇത് നോക്കുന്ന കണ്ടപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. കോപ്പ് എക്സൈറ്റ്മെൻറ്റ് പോയി. മീനെ മേടിച്ചുകൊണ്ടിങ്ങനെ പോന്നു. അതിന് ഞമ്മിനുള്ളത് വാങ്ങിയില്ല, പെല്ലറ്റ് വാങ്ങിയില്ല. അതായത് വാ തുറന്ന് തായോ 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 എന്ന് പറയുന്നു. അപ്പം അങ്ങോട്ട് കൊഞ്ചിച്ചതേ ഉള്ളൂ. അതിനിടയ്ക്ക് ഇങ്ങനെ വാ തുറന്ന് ആഹാരം ചോദിക്കാൻ പോന്നി. ഓറഞ്ച് മോളിക്ക് അവിടെ ഒന്നും കൊടുക്കാതിട്ടേക്കോന്ന് തോന്നുന്നു. ഇനി ശ്വാസം എടുത്ത് ചാവാൻ പോകുന്നതാണോ എനിക്കറിയത്തില്ല. ഞാൻ നാട്ടിൽ വളർത്തിക്കൊണ്ടിരുന്നപ്പം മണ്ണൊക്കെ ഇട്ട് അതിനകത്ത് ചെറിയ ആമ്പലൊക്കെ വളർത്തി നല്ല സെറ്റപ്പിലാണ് വളർത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് അത് ബ്രീഡാവുന്നുണ്ടായിരുന്നു, നല്ല എൻജോയ് ആയിരുന്നു. പക്ഷെ ഇതിന് എത്ര നാൾ താമസിക്കുന്നത് എനിക്കറിയത്തില്ല. മലയാളം പറഞ്ഞാൽ മനസ്സിലാവുന്നവർക്കറിയാം. ആവോ ജാവോ എന്ന് പറയണം. ഹിന്ദിക്കാരാ, പക്ഷെ നല്ല രസമുണ്ട്. മോളി ചത്താലും ഗപ്പിയിൽ എനിക്ക് വിശേഷം. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ആ മിക്സഡ് ഗപ്പി ഇനത്തിലുള്ള നല്ല തണ്ടും തടിയുള്ള നല്ല കറുത്ത ഗപ്പി ഉണ്ടല്ലോ, അതല്ല ഇത്. മറ്റേ റെട്ടയിലുള്ള ഗപ്പിയാണ്. ഇത് ഇച്ചിരി ഹൈബ്രിഡാണ്. കുറച്ച് കെയർ വേണ്ടി വരും. അവിടെ വേറെ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ പിന്നെ കഴിഞ്ഞൊരിഞ്ഞിപ്പം മേടിച്ച. ഇവിടെ കിടന്നാലും അവർ ചാവും. അങ്ങനല്ല, കൊല്ലാൻ വേണ്ടി മേടിച്ചല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മേടിച്ചതാണ്. പക്ഷേ തീറ്റ മേടിക്കാൻ മറന്നുപോയി. നാളെ തന്നെ മേടിക്കാം. അല്ലെങ്കിൽ ഈസ്റ്റ് ഇരിപ്പുണ്ട്, നമുക്ക് ഉണ്ടാക്കാം. ആർട്ടീമിയ വേണോ? എന്തുവായിരുന്നു മറ്റേക്ക് പേര്? മൊയിന വേണോ? ഉണ്ടാക്കാം. പക്ഷെ എനിക്ക് സന്തോഷമുണ്ട്. ഈ മുറിയിൽ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ആരെങ്കിലുമൊക്കെ അനങ്ങിയും പറഞ്ഞിരിക്കുമല്ലോ. എന്ന് വെച്ചാൽ നാളെ തൊട്ട് ഇവർ എഴുന്നേറ്റ് നിന്ന് ഗാനമേള പാടുന്നൊന്നും അല്ല. ബട്ട് സ്റ്റിൽ ഞാനും എൻ്റെ പിള്ളേരും ഹാപ്പി. അവർ വാ വിളിച്ച് ആഹാരം ചോദിക്കുമ്പോൾ മാത്രമേ ഉള്ളൊരു ടെൻഷൻ. ഞാൻ ഈ കഥമൊക്കെ തുറന്നിട്ടു, ബാൽക്കണിയൊക്കെ വെയിലും വെട്ടവും കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ കൂടുതൽ വെയിൽ വന്നാലും പ്രശ്നമാണ്. പ്രാവ് ഒന്ന് കൊത്തിക്കൊണ്ട് പോകും. ഞാൻ ഈ ലൈവ് പ്ലാന്റ് ഞാൻ ഫോക്സ് ടെയിൽ മേടിക്കാമെന്ന് വെച്ചാൽ, പക്ഷെ അവിടെ ഫോക്സ് ടെയിൽ ഇല്ല. ഈ ഊച്ചാളി സാധനം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കൊള്ളാം. പായലൊക്കെ തിന്ന് 2 ദിവസം ഇങ്ങനെ വന്ന് എൻ്റെ മുമ്പിൽ നിന്ന് ബാബാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മോളി നീ നോക്ക്. എന്തിനാ ക്യാമറ കാണുമ്പോൾ നിനക്ക് എന്ത് ബാബാ കാണിക്കണ്ടേ? ഓ മൈ ഗോഡ്, ക്യാമറ ഷൈ ആണെന്ന് തോന്നുന്നു. പായൽ തന്നെ ഗുഡ് ബോയ്. അപ്പം മലയാളം അറിയാം. അയാൾ പറഞ്ഞു തമിഴ്നാട്ടിൽ നിന്നും ചെന്നൈയിൽ നിന്നും ഒക്കെ വരുന്നത്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. എന്തായാലും കൊള്ളാം.